വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങളിൽ കർത്താവ് ഒരു അനുഗ്രഹദാതാവിടേക്ക് തോന്നുന്നു. ഉടമ്പടിയിൽ കർത്താവ് ഒരു അനുഗ്രഹദാതാവായിട്ട് നിങ്ങൾ തോന്നണത് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ആ വിളക്ക് കെട്ടുപോകും. എന്താ കാര്യം? അതിൻ്റെ അടുത്ത പാഠമുണ്ട്. എന്താ കാര്യം? അനുതാപത്തിൻ്റെ പാഠമാണ്. അനുതാപത്തിൻ്റെ പാഠമാണ്. എന്താണ്? ഇനി ക്രിസ്തുവിനെ മുന്നോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു നമ്മൾ യൂട്യൂബിൽ ഇന്ന് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടൻറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തെടുക്കുമ്പോൾ അത് സൗജന്യമായിരിക്കും. അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് വേർഷനുണ്ട്. അത് പറയും അത് പേയ്മെൻറ്റ് നടത്തണമെന്ന് പറയും. അത് നിങ്ങൾ പൈസ അടച്ചാലാണ് അത് തരത്തുള്ളൂ, ആ കണ്ടൻറ്റ് തരത്തുള്ളൂ എന്ന് പറയും. ഇതുപോലെ ക്രിസ്തുവിൻ്റെ പ്രഥമ പാഠം, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം സൗജന്യമാണ്. അതിൻ്റെ സെക്കൻഡ് ഗ്രേഡ് വരുമ്പോൾ പറയും പേയ്മെൻ്റ് ഉണ്ടെന്ന് പറയും. എന്താ പേയ്മെൻ്റ് ഉള്ളത്? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, അതുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവുമല്ല, അപ്പോൾ അതുകൊണ്ട് ഈ കലാപരിപാടിയും ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ തന്നിരിക്കുന്ന അനുഗ്രഹം നിൻ്റെ പാപത്തിനുള്ള അംഗീകാരമല്ല, ലൈസൻസ് അല്ലെന്ന് പറയും. ക്രിസ്തുവിനെക്കുറിച്ച് അറിയണ്ടേ? നിത്യരക്ഷയിലേക്കല്ലേ പോണത്. നിത്യരക്ഷയിലേക്ക് നമ്മൾ പോകണം.